അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത ഫജ്അൽ അഫ്ഇദത മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ദുൽഹജ്ജ് മാസത്തിലേക്ക് നാം അടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ത്യാഗ പരിശ്രമങ്ങളെ, അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങളെ, ആ പരീക്ഷണങ്ങൾ എങ്ങനെ അഭിമുഖീകരിച്ചു എന്നതിനെ സംബന്ധിച്ച് അനുസ്മരിക്കുന്ന മാസം കൂടിയാണല്ലോ. ഹജ്ജും ബലിപെരുന്നാളും എല്ലാ അമലുകളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ധാരാളം പ്രാർത്ഥനകൾ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട് എന്ന് നാം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിൽ വളരെ അർത്ഥവത്തായ, വളരെ ചരിത്രപരമായ ഒരു ദുആയാണ് ഈ ആയത്തിലൂടെ കേൾപ്പിച്ചത്. സൂറത്ത് ഇബ്രാഹിമിലെ വളരെ പ്രധാനപ്പെട്ട 37-ാമത്തെ ആയത്തിലെ പ്രാർത്ഥന. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ പ്രാർത്ഥന മക്കയിൽ വെച്ച് നടത്തുമ്പോൾ മക്കയുടെ ഭൂശാസ്ത്രം നാം പഠിക്കേണ്ടതുണ്ട്. മരങ്ങളില്ല, പക്ഷികളില്ല, വെള്ളമില്ല, വീടുകളില്ല, വഴികളില്ല, റോഡുകളില്ല. മനുഷ്യന്റെ മണം പോലും എത്താത്ത വിജനമായ കരിമ്പാറകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്ത ഈ പ്രാർത്ഥന, റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയതി, എന്റെ ഈ സന്താനങ്ങളെ ഞാൻ ഇവിടെ താമസിപ്പിക്കുകയാണ് പടച്ചോനെ, ബിവാദിൻ ഗൈരി ദീ സറഇൻ, പുല്ലുപുഷ്പങ്ങളോ കൃഷികളോ വെള്ളമോ പക്ഷിപർവാദികളോ മൃഗങ്ങളോ മനുഷ്യരോ ഒന്നുമില്ലാത്ത ഈ മലഞ്ചെരുവിൽ. പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്. ഇൻദ ബൈതിക്കൽ മുഹറം, ഞാൻ ഇവരെ താമസിപ്പിക്കുന്നത് നിന്റെ കഅബയുടെ അരികിലാണ്. നിന്റെ കഅബ നിലകൊണ്ടിരുന്നതിന്റെ അരികിലാണ് ഞാൻ താമസിപ്പിക്കുന്നത്. എന്തിനാണ് ഞാൻ ഇവരെ ഇവിടെ താമസിപ്പിക്കുന്നത്? റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, അവർ ഇവിടെ നമസ്കാരം നിലനിർത്തണം. ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങൾ, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ വന്ന് ഈ പ്രദേശത്ത്, ഈ മരുഭൂമിയിൽ വന്ന് നമസ്കരിക്കണം. 2, ഫജഅൽ അഫീദത മിനൻ നാസി തഹ്വി ഇലൈഹിം, ജനങ്ങളുടെ ഹൃദയത്തെ ഇങ്ങോട്ട് അടുപ്പിക്കണം. 3, വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, എല്ലാ ഫലങ്ങളും ഭക്ഷ്യവിഭവങ്ങളും നീ ഇവർക്ക് നൽകുകയും ചെയ്യണം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ പ്രാർത്ഥന നടത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷിയൊന്നുമില്ലാത്ത, വെള്ളമൊന്നുമില്ലാത്ത, ഒരു മനുഷ്യർ പോലും എത്തി നോക്കിയിട്ടില്ലാത്ത കരിമ്പാറകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നിന്നുകൊണ്ട് 3 കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിനോട്. 1, ഇവിടെ നമസ്കാരം നിലനിർത്തണം. പ്രിയമുള്ളവരെ, ഒരേ വഖത്തിൽ, ഓരോ വഖത്തിലും ഒരേ സമയത്തും ലക്ഷക്കണക്കിന് വിശ്വാസികൾ സുജൂദ് ചെയ്യുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ ദുആ ചെയ്ത സ്ഥലമാണ്. 20 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം ജനങ്ങൾ ഒരേ സമയം അവിടെ സുജൂദ് ചെയ്യുന്നു. അവിടെ 2 റക്അത്ത് നമസ്കരിച്ചാൽ 1 ലക്ഷം പ്രതിഫലമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ലോക ജനങ്ങളുടെ ഹൃദയത്തെ അള്ളാഹു നീ ഇവിടെ എത്തിക്കണമേ, ഇവിടെ അടുപ്പിക്കണമേ എന്ന് പറഞ്ഞു. പരിശുദ്ധമായ മക്ക, പരിശുദ്ധമായ ഹറം കഅബ, ഒന്ന് കണ്ടവൻ വീണ്ടും വീണ്ടും കാണണമെന്നും അവിടെ പോയി ഇരിക്കണമെന്നും വല്ലാതെ മനസ്സുകൊണ്ട് കൊതിക്കുന്നു, ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു. ഹറം, മക്ക, കഅബ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ഹൃദയത്തിന്റെ തേങ്ങലാണ്, ഹൃദയത്തിന്റെ ആനന്ദമാണ്, പ്രണയമാണ്, പ്രേമമാണ്, സ്നേഹത്തിന്റെ വലിയൊരു കൂടാരമാണ്. എത്ര കണ്ടാലും മതിയാവുകയില്ല, എന്നാൽ കാണാൻ മാത്രം അത്രയും അത്ഭുതങ്ങളില്ല. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയുടെ ഫലമാണ്. വന്നവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം 4000 കൊല്ലം മുമ്പ് മൂന്നാമത് അള്ളാഹുവിനോട് ചോദിച്ചത് വർസുഖുഹും മിനസ് സമറാത്ത്,
എല്ലാ ഭക്ഷ്യവിഭവങ്ങളും നീ ഇവിടെ എത്തിക്കണമേ, ഭക്ഷണമായി നൽകണമേ. മക്കയിൽ കിട്ടാത്തത് എന്താണ്? അവിടെ വെള്ളമുണ്ട്, യഥേഷ്ടം വെള്ളം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം സംസം വെള്ളം കോടിക്കണക്കിന് ലിറ്റർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ലോകം മുഴുവനും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈത്തപ്പനയുടെ കാടുകൾ, എല്ലാ ഭക്ഷ്യവിഭവങ്ങളും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വറുസുഖുഹും മിനസ് സമറാത്ത്. എന്തിനാണ് ഇതെല്ലാം? ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നീ കാണുന്ന ഉമ്മുൽ ഖുറയായ പട്ടണങ്ങളുടെ മാതാവായ മക്ക ഇന്ന് പ്രകാശപൂരിതമായി തിളങ്ങി വിളങ്ങി ഈ ഭൂമിയിലെ ഏറ്റവും വെളിച്ചം പകർന്നു നൽകി പരത്തിക്കൊണ്ട് അങ്ങനെ സൗന്ദര്യത്താൽ കുളിച്ച് മുങ്ങി നിൽക്കുന്ന മക്കയായി മാറിയത്. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.